പിന്നെ മാത്രമല്ല അവർ പറയുന്നത് ഈ മിസ്ബാഹുകളുടെ ധർമ്മം, നക്ഷത്രങ്ങളുടെയൊക്കെ ധർമ്മം വജഅൽനാഹ റുജൂമൻ ലിശയാത്തീൻ എന്നാണ്. വജഅൽനാഹ അവയെ നാം ആക്കുകയും ചെയ്തിരിക്കുന്നു റുജൂമൻ ലിശയാത്തീൻ ശൈത്താന്മാരെ എറിയാനുള്ളവ. ശൈത്താന്മാരെ എന്തിനാണ് എറിയണത്? എന്തിനാണ് ശൈത്താന്മാരെ എറിയണത്? വാനം കയറി അവിടം കട്ട് കേൾക്കാനാണ് ശൈത്താന്മാർ ശ്രമിക്കുന്നത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞു വജഅൽനാഹ റുജൂമൻ ലിശയാത്തീൻ. സാഫാത്തിൽ പറഞ്ഞത് ലാ യസ്മഊന ഇലൽ മലഇൽ അഅല, അവർ മലഉൽ അലായിലേക്ക്, അത്യുന്നതങ്ങളിലുള്ള മലക്കളുടെ കൂട്ടങ്ങളിലേക്ക് കട്ട് കേൾക്കുകയില്ല എന്നുള്ളതാണ്. പിന്നെ അങ്ങനെ വല്ലവരും ഇല്ലാമൻ ഖതിഫൽ ഖത്ഫത ഫഅത്ബഅഹു ഷിഹാബുൻ സാഖിബ് എന്നാണ്. വല്ലവരും കട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയായാൽ അവനെ തുളച്ചു കയറുന്ന തീയമ്പ് പിന്തുടരും എന്നുള്ളതാണ്. അപ്പോൾ ശൈത്താന്മാരുടെ സാന്നിധ്യം എവിടെയല്ല, അർഷിൻ്റെ ആ ഭാഗങ്ങളിലേക്ക് മേലേക്കില്ല. പിന്നെ അതെവിടെയുള്ളത്? ഭൂമിയിൽ നിന്നുള്ള മാനം കയറുന്നിടത്തുള്ളത്. അതുകൊണ്ട് തന്നെ പിന്നെ പിശാചുക്കളെ എറിയാനുള്ള മിസ്ബാഹുകൾ അതെവിടെയുള്ളത്? തൊട്ട ആകാശത്തിലാണുള്ളത്. മനസ്സിലായി? ഇവിടെ നിന്ന് തന്നെ എന്ത് ചെയ്യാണ്? പിശാചുക്കൾ എറിയപ്പെടും, പിശാചുക്കൾ അകറ്റപ്പെടുത്തും. അതുകൊണ്ട് തന്നെ പിന്നെ പിശാചുക്കളെ എറിയാനും ഈ നക്ഷത്രങ്ങൾക്ക് കുറേ ധർമ്മമുണ്ട്. അതൊന്നെന്താണ്? വാനത്തിന് അലങ്കാരമാണ്, മിസ്ബാഹുകളാണ്, വെളിച്ചം തരാൻ, അതേപോലെ തന്നെ കണ്ണിന് ഇമ്പം ഉണ്ടാകാൻ അലങ്കാരമായി ഒക്കെയാണ് മിസ്ബാഹ് ഇത് സൃഷ്ടിക്കപ്പെട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ ഇതിൻ്റെ ധർമ്മമാണ് റുജൂമൻ ലിശയാത്തീൻ, ശൈത്താന്മാരെ എറിയാൻ. മൂന്നാമത്തെ ധർമ്മം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വഹുവല്ലദീ ജഅല ലക്കുമുൻ നുജൂമ ലിതഹ്തദൂ ബിഹാ ഫീ ദുലുമാത്തിൽ ബർരി വൽ ബഹർ. വഹുവല്ലദീ ജഅല ലക്കുമുൻ നുജൂം, അല്ലാഹു അവനാണ് നിങ്ങൾക്ക് നജ്മുകളെ സൃഷ്ടിച്ചത്, നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചത്. എന്തിന്? ലിതഹ്തദൂ ബിഹാ ഫീ ദുലുമാത്തിൽ ബർരി വൽ ബഹർ, കരയിലെയും കടലിലെയും അന്ധകാരങ്ങളിൽ നിന്ന് നിങ്ങൾ മാർഗം പ്രാപിക്കാൻ വേണ്ടി. അപ്പോൾ വഴി അറിയാൻ നക്ഷത്രങ്ങൾ ആവശ്യമാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വഴി അറിയാൻ വേണ്ടി നക്ഷത്രങ്ങളെ പടച്ചു, മിസ്ബാഹുകളായി നക്ഷത്രങ്ങളെ പടച്ചു. പിന്നെ റുജൂമൻ ലിശയാത്തീൻ, അതിനു വേണ്ടിയിട്ടും നക്ഷത്രങ്ങളെ പടച്ചു. ശൈത്താന്മാർ, ഇപ്പോൾ ആളുകൾക്ക് വഴി അറിയാൻ എവിടെ നക്ഷത്രം വേണ്ടത്? ആളുകൾ കാണുന്നിടത്താണ്, അല്ലേ? കാണുന്നിടത്താണ്. അതെവിടെയാണ്? സമാഉ ദുനിയയിലാണ്. അതേപോലെ പിശാചുക്കൾ കട്ട് കേൾക്കാൻ എവിടുന്നാണ് കയറുക? ഭൂമിയിൽ നിന്നാണ് കയറുക. അപ്പോൾ അവരെ പ്രതിരോധിക്കാൻ എവിടെ ഇത് മതി? നക്ഷത്രം മതി, സമാഉ ദുനിയയിൽ മതി. അതുകൊണ്ടൊക്കെ സമാഉ ദുനിയയിൽ മാത്രമേ നക്ഷത്രങ്ങളുള്ളൂ, അതേപോലെ ഈ ആകാശഗോളങ്ങളുള്ളൂ എന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. നമ്മളെന്ത് പറയും? അല്ലാഹു ആലം, അല്ലേ? അതാണ് അതിൻ്റെ ഏറ്റവും ശരിയായ ഒരു ഉത്തരം.